പേരും പ്രശസ്തിയും വാനോളം ഉയർത്തപ്പെട്ടിരുന്നുവെങ്കിലും മിച്ച ജീവിതം ദാരിദ്ര്യം തന്നെയായിരുന്നു. ചെറുബാല്യത്തിൽ തുടങ്ങിയ കലാജീവിതം ചരിത്രത്തോടൊപ്പം ചേർത്ത് വയ്ക്കപ്പെടാൻ വളർന്നുവെങ്കിലും സാമ്പത്തിക ചുറ്റുവട്ടം ഉറപ്പിക്കാൻ തക്കവണ്ണം വളർന്നില്ല. നീണ്ടകാല കലാജീവിതത്തിന്റെ ശേഷിപ്പ് രോഗപീഠയിൽ വലയുന്ന ഈ ശരീരം മാത്രമാണ്. സാമ്പത്തികമായിട്ടൊന്നും സമ്പാദിച്ചിട്ടില്ല. അന്ന് കിട്ടുന്ന വളരെ തുച്ഛമായ തുകയ്ക്കാണല്ലോ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെയൊന്നും സമ്പാദിച്ചിട്ടില്ല ഐഷാത്ത. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മദ്രാസിലേക്ക് പോകുന്ന വഴിക്കാണ് കാർ ആക്സിഡൻ്റ് ആവുന്നത്. ആ ആക്സിഡൻറ്റിൽ ഐഷാത്തയ്ക്ക് നല്ല പരിക്ക് പറ്റി, കാലിലൊക്കെ അപകടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടെ പാടിക്കൊണ്ടിരുന്ന ആ കുട്ടിക്ക് അസുഖം ഉണ്ടായി. നല്ലൊരു അപകടമായിരുന്നു. അത് ഭർത്താവിൻ്റെ അനിയൻ ആ അപകടത്തിൽ മരിച്ചുപോയി. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓർമ്മ വന്ന സമയത്താണ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മരിപ്പിൻ്റെ സമയത്ത് ഐഷാത്ത കാലിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഇങ്ങനെ 4-5 പേര് പിടിച്ചുകൊണ്ട് വന്ന് ഈ അനിയൻ്റെ മരിപ്പ് കാണാൻ കൊണ്ടുവന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇവർക്കൊരു അംബാസഡർ കാറാണുള്ളത്. ആ കാറിൻ്റെ മുകളിൽ ഫ്രണ്ടിലും ബാക്കിലും ബോർഡുണ്ടാവും, കാതിക ഐഷ ബീഗം ആൻഡ് പാർട്ടി. ഇതിങ്ങനെ ദിവസവും രാവിലെയൊക്കെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്തായിരിക്കും ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുന്നത്. പിന്നെ വൈകുന്നേരം എപ്പോഴും ഉച്ചയ്ക്കൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എല്ലാ വേദികളിലും, ആയിരക്കണക്കിന് വേദികളിലാണ് ഐഷാത്ത പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ കേരളത്തിന് പുറത്ത് കേരള സമാജം, മലയാളി സമാജം, പല പല സംഘടനകളുടെ പ്രോഗ്രാം കേരളത്തിന് പുറത്തും, പിന്നെ വിദേശത്ത് 1974 ആദ്യമായിട്ട് ഗൾഫിൽ, അതായത് സൗദി ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. വിവാഹാനന്തരമാണ് ഒരു കലാകാരി എന്ന നിലയിൽ ഐഷ ബീഗത്തിന്റെ വളർച്ചയുടെ ഗ്രാഫ് ഉയർത്തപ്പെടുന്നത്. ഐഷയുടെ കഴിവുകൾ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്ത വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു ഭർത്താവ് ഷെരീഫ്. ഐഷ ബീഗം എന്ന പാട്ടുകാരിയും കാഥികയും കേരളം കടന്നും പിന്നെ കടൽ കടന്നും വളരുകയായിരുന്നു. ചെറുപ്പത്തിൽ ഡാൻസിന് പിന്നണി പാടുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഒരു പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിന് ഡാൻസിന് പിന്നണി പാടിക്കൊണ്ടിരുന്നപ്പോൾ കല്യാണം കഴിച്ച ഷെരീഫിക്ക ഹാർമോണിസ്റ്റാണ്, പിന്നെ ബുൾബുൾ വായിക്കും. അപ്പോൾ പുള്ളി ഇങ്ങനെ വായിക്കുമ്പോൾ ഇപ്പോൾ തട്ടവിട്ട ഒരു പാട്ടുകാരി, അതാരാണ് ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ? ഇക്കായ ഷെരീഫിക്കായ കൊച്ചിലെ പ്രോഗ്രാമിന് അടുത്തൊന്നും നിർത്തത്തില്ലാന്ന്. അപ്പോൾ അങ്ങനെ കണ്ടു. ഇതാരാ തട്ടവിട്ടൊരു പാട്ടുകാരി, അത് കൊള്ളാമല്ലോ. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ മൂപ്പര് നേരെ ഐഷാത്തയുടെ വീട്ടിൽ വന്നു. എനിക്കിങ്ങനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണത്തിലേക്ക് പോയി. കല്യാണം കഴിഞ്ഞിട്ട് ഷെരീഫിക്കയുടെ ഒരു പ്രചോദനവും പ്രോത്സാഹനവും താല്പര്യമൊക്കെയാണ് കഥാപ്രസംഗ രംഗത്തേക്ക് ഐഷാത്ത വന്നത്. 5 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മോനെ ഉള്ളൂ, അൻസർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഒരു മോൻ 10 വയസ്സ് വരെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരു പനി വന്ന് ആണ് മരിച്ചത്. അതും എനിക്ക് ഓർമ്മയുണ്ട്. ഐഷാത്തയുടെ മോൻ മരിച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ അപ്പുറത്ത് ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ. അന്നേരം ഞാൻ കൊച്ചാണെന്ന് പറയുക, അന്നേരം നീ കൊച്ചാണെന്ന്. അപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രസവത്തെക്കുറിച്ച് ഭയങ്കര വിചിത്രമായ സംഭവമാണ്. ഓർമ്മയുണ്ടോ? ബോട്ടിൽ ഗർഭിണിയായിട്ട് ഓർമ്മയുണ്ടല്ലേ? അപ്പോൾ കാഞ്ഞിരമുറ്റം ചന്ദനക്കുടത്തിന് ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഐഷാത്ത പൂർണ്ണ ഗർഭിണിയായിരുന്നു. ബോട്ടിൽ വെച്ച് ഐഷാത്തയ്ക്ക് പ്രസവവേദന ഉണ്ടാവുകയും ഇതൊക്കെ എൻ്റെ വാപ്പ പറഞ്ഞെനിക്കറിയുന്ന കഥകളാണ്. അപ്പോൾ പിന്നെ ബോട്ടിലുള്ള ജോലിക്കാർ മുഴുവനും, ഈ യാത്രക്കാരും ജോലിക്കാർക്കും എല്ലാവരും കൂടെ ഒരു കരയ്ക്ക് ബോട്ട് അടുപ്പിക്കുകയും അതിലുള്ള ആണുങ്ങൾ മുഴുവനും പുറത്തിറങ്ങുകയും കുറച്ച് സ്ത്രീകൾ ഇതിനകത്ത് തന്നെ പ്രസവിക്കും
എന്നൊരു ധാരണയിൽ തുണിയൊക്കെ മറച്ച് ആരും അടുത്ത് വരാതെ നിൽക്കുക. പക്ഷേ ബോട്ടിൽ പ്രസവിച്ചില്ല, ഉടനെ തന്നെ അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെയാണ് ഒരു പെൺകുഞ്ഞ് ജനിച്ചത്. പക്ഷേ ആ പ്രസവത്തോടെ ആ കുട്ടി മരിച്ചു പോവുകയും ചെയ്തു. അതൊരു വളരെ വിചിത്രമായൊരു കഥയാണ്. അത്രയ്ക്ക് തിരക്കായിരുന്നു ഐഷാത്ത എന്നുള്ളതാണ് അതിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു മോനേ ഉള്ളൂ ഐഷാത്തയ്ക്ക്, ഇപ്പോൾ അൻസർ എന്നാണ് പേര്. സ്കൂളിൽ പോകാതിരിക്കുന്ന അവധി ദിവസങ്ങളിൽ എന്നെയും കൂടെ കൊണ്ടുപോകായിരുന്നു ഉമ്മ പരിപാടിക്ക്. അപ്പോൾ എനിക്ക് അത്ഭുതമുള്ളൊരു കാര്യം, അന്ന് TV മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത സമയം. ഇപ്പം വയനാട് ആ ഭാഗത്തും കണ്ടാണെന്ന് തോന്നുന്നു പരിപാടിക്ക് പോയപ്പോൾ പരിപാടി സ്ഥലത്തിന് കുറേ മുൻപ് ഇങ്ങനെ കുറേ ആൾക്കാർ കൂടി നിൽക്കുന്നു. അപ്പോൾ ഇതായിരിക്കും പരിപാടി സ്ഥലമെന്ന് കരുതി അവിടെ നിർത്തിയപ്പോൾ ഐഷാ ബീഗത്തിനെ ഇവിടെ വെച്ച് നല്ലതുപോലെ കണ്ടിട്ട് പോകാനായിരുന്നു അവിടെ കാണികൾ തടിച്ചു കൂടിയത്. അത്രയ്ക്കും ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് ഇതേപോലെ പരിപാടിക്ക് പോകുമ്പോൾ പിന്നെ ഞങ്ങൾ ഇതേപോലെ ഒരു ജംഗ്ഷനിൽ നിർത്തി, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മയാണ് പറയുന്നത്, ജംഗ്ഷനിൽ നിർത്തിയിട്ട് പ്രോഗ്രാം സ്ഥലം തിരക്കി. അപ്പോൾ പിന്നെ 4 വശത്തും ആൾക്കാർ തടിച്ചു കൂടിയിട്ട് ആദ്യമായിട്ട് വണ്ടിക്കകത്ത് ലൈറ്റിട്ട് ഐഷാത്തായെ ഞങ്ങൾക്ക് കാണിക്കണം, അതിനുശേഷം മാത്രമേ ഞങ്ങൾ വഴി പറഞ്ഞു തരുള്ളൂ. അത്രയ്ക്കും ഞാൻ ആലോചിക്കുകയാണ്, ഞാനത് ഓർക്കുകയാണ്, ഇത്രയും ഒരു പിന്നെ ജനങ്ങളിലേക്ക് കടന്നു ചെന്നൊരു കലാകാരി ആയിരുന്നല്ലോ ഈ അവസ്ഥയിൽ ഇങ്ങനെ പാടാനും പറയാനും പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത്. എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് അൻസാറിൻ്റെ ഭാര്യ സഫിയ, ഇത് മകള് ആഫിയ, BSc റേഡിയോളജിക്ക് പഠിക്കുന്നു. മകൻ അൻഷാദ് +2 കഴിഞ്ഞ് നിൽക്കുന്നു. മകനെന്ന ഈ നിധി ഒഴികെ തന്ന സൗഭാഗ്യങ്ങളിൽ പലതും ദൈവം തിരിച്ചെടുത്തു. മാതൃത്വത്തിന്റെ അമൃതം മാത്രമല്ല, പാട്ടിന്റെ മധുരവും എത്തിച്ചു നൽകി വളർത്തിയതാണ് ഈ മകനെ. മാതൃസ്നേഹത്തിനു പകരം പുത്രസ്നേഹം ഈ അവശതയിൽ കാവലും കരുതലുമായി നിൽക്കുന്നു. 1961 ഒരു വിപ്ലവം സൃഷ്ടിച്ച മുസ്ലിം സമുദായത്തിൽ നിന്ന് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് വേദിയിലേക്ക് സ്നേഹത്തിൻ്റെ സംഗീതം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മതസൗഹാർദ്ദം തന്നെയാണ് അവർ പ്രചരിപ്പിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരാൾ ഈ ഇരിക്കുന്ന അവസ്ഥ കണ്ടില്ലേ, നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു സംഘടനയും ഐഷാത്തായ്ക്ക് ഒരു സഹായവും ഇതുവരെ ചെയ്തിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ വർഷമാണ് സംഗീതനാടക അക്കാദമിയിൽ ഗുരുപൂജ എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡോ അംഗീകാരമോ ഒന്നും കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല, അതിനുശേഷം വെറും 550 രൂപയാണ് പെൻഷനായിട്ട് മാസം കിട്ടുന്നത്. അതൊന്നും ഒന്നിനും പറ്റില്ല ഐഷാത്തായ്ക്ക്. ഇപ്പോൾ സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിലും പുള്ളിക്കാരി പാട്ടുകളൊക്കെ കേൾക്കും, പഴയ പാട്ടുകളൊക്കെ കേൾക്കും. പിന്നെ പഴയ ആൾക്കാരൊന്നും അന്വേഷിച്ചൊന്നും വരുന്നൊന്നുമില്ല. ആരും ഇങ്ങനൊരാളിവിടെ ഉണ്ടോ എന്ന് പോലും തിരിഞ്ഞു നോക്കാറില്ല. പുള്ളിക്കാരിക്ക് ചികിത്സയ്ക്ക് നല്ല പൈസ വേണം. ഇപ്പോൾ ഉള്ള ഐഷാത്തയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്ന ഒരു ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സന്ധിവാതം ഉള്ളതുകൊണ്ട് ആരെയും ഒന്ന് തൊടാനോ, ആരെങ്കിലും ഒന്ന് ഐഷാത്തായെ തൊട്ടാലോ ശരീരം ഭയങ്കര വേദനയാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് രക്ഷ കിട്ടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചികിത്സ ഇവിടെ പലതും നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും പോരാ. പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം. അതിനുള്ളൊരു സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഇല്ല. ഇപ്പോൾ തന്നെ ഒരു 10,000 രൂപയുടെ മരുന്ന് 3 ഡോക്ടർമാരെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും ഈ അസുഖത്തിനൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. പിന്നെ ഐഷാത്തയുടെ പേരിൽ പലരും പല സ്ഥലത്തും പിരിവുകളൊക്കെ നടത്തുന്നുണ്ട്. ഐഷാത്തായ്ക്ക് സഹായിക്കാനാണെന്ന് പറഞ്ഞിട്ട് നടത്തുന്നുണ്ടെന്നൊക്കെ നമ്മളൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഐഷാത്തയുടെ കയ്യിലോ ഇവരുടെ കുടുംബത്തോ കിട്ടുന്നില്ല. നല്ലവരായ കലാസ്നേഹികളായ നല്ല ഹൃദയമുള്ളവർ ഐഷാത്തായ്ക്ക് നല്ല സഹായം ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് പറ്റുമെങ്കിൽ നേരിട്ട് തന്നെ അവരുടെ കയ്യിൽ തന്നെ എത്തിക്കണമെന്നാണ് പറയാനുള്ളത്. തീർത്തും അവഗണിക്കപ്പെട്ട ഒരവസ്ഥയിലാണ് ഇന്ന് ഐഷാ ബീഗം. മലയാളത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഒരു കലാകാരിയാണ് ഇവരെന്ന് പലരും മറന്നുപോകുന്നു. പരാതികളോ പരിഭവങ്ങളോ പറയാൻ ശബ്ദം നഷ്ടപ്പെട്ടു പോയ ഈ ഉമ്മയ്ക്ക് കഴിയുകയുമില്ലല്ലോ. അൻസാർ നല്ല ഗായകനാണ്, നന്നായിട്ട് അഭിനയിക്കും. പക്ഷേ കലയൊക്കെ ഉപേക്ഷിച്ച് കുടുംബത്തിൻ്റെ പ്രാരാബ്ധങ്ങളുമായിട്ട് ജീവിതത്തിലേക്ക് അങ്ങ് കുടുംബം നോക്കാൻ വേണ്ടി പോയി.
പിന്നെ അൻസാറിൻ്റെ വാപ്പ ചെറുപ്പത്തിൽ ഷെരീഫിക്ക മരിച്ചു. പിന്നെ ഐഷാത്തയുടെ ഈ അവസ്ഥയും പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. അല്ലെങ്കിൽ നല്ലൊരു കലാകാരനായിട്ട് അൻസാർ വരുമെന്നുള്ള ഒരു സംശയവും ഇല്ലായിരുന്നു. ഉമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ കുട്ടിക്കാലം മുതൽ കേൾക്കുന്ന ഒരു പാട്ടാണ്. അത് ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴും. മലക്കുൽ മൗതസ്റായിൽ അണഞ്ഞിടും മുൻപേ ചലനമെൻ താടിയിൽ നിലച്ചിടും മുൻപേ. പ്രാർത്ഥനാഭരിതമായ മനസ്സോടെ ഒരു നീണ്ട യാത്രയായിരുന്നു ഇവരുടെ കലാജീവിതം. ജീവിതം ഇന്നും പ്രാർത്ഥനയിലാണ്. നന്മകൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ലാത്ത മനസ്സുകളുടെ കാരുണ്യം കാക്കുകയാണ് ഈ കലാകാരി. മധുരം ശ്രുതി ചേർത്ത ഇവരുടെ പാട്ടുകളെ സ്നേഹിക്കുന്നവർക്ക് ഈ ഉമ്മയെ ഉപേക്ഷിക്കാനാകുമോ?